രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് കൊടിയിറങ്ങും. സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയാകും. ഇന്ത്യയിലെ ക്യൂബൻ സ്ഥാനപതി അലഹാൻദ്രോ സിമാൻകാസ് മറിനും ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിലാണ് സമാപന സമ്മേളനം. 8 ദിവസം നീണ്ടുനിന്ന സിനിമയുടെ ഉത്സവത്തിന് ഇന്ന് സമാപനം. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തോടെ മേളയ്ക്ക് തിരശ്ശീല വീഴും. സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയാകും. ക്യൂബയുടെ ഇന്ത്യൻ സ്ഥാനപതി അലഹാൻദ്രോ സിമാൻകാസ് മറിൻ വിശിഷ്ടാതിഥിയാകും. ക്യൂബയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട സംവിധായകരെ ആദരിക്കും. മികച്ച ചിത്രങ്ങൾക്കും സംവിധായകർക്കുമുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമർപ്പിക്കും. സുവർണ ചകോരം, രജത ചകോരം, മലയാളത്തിലെ മികച്ച നവാഗത സംവിധായകനുള്ള ഫിപ്രസി പുരസ്കാരം, മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക്, KR മോഹനന് എൻഡോമെന്റ് തുടങ്ങി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡും ചടങ്ങിൽ നൽകും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിയും സ്പിരിറ്റ്സ് ഓഫ് സിനിമ അവാർഡ് നേടിയ വനൂരി കഹിയുവും ചടങ്ങിൽ പങ്കെടുക്കും. അവസാന ദിനമായ ഇന്ന് വിവിധ തിയേറ്ററുകളിലായി 15ഓളം സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. മലയാളത്തിൽ നിന്ന് വിഘ്നേഷ് പി ശശിധരന്റെ ഷഹറസാദ, പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ദായം, ശരത് കുമാറിന്റെ നീലമുടി, സേനൻ സഹോദരന്മാരുടെ ആനന്ദ് മൊണാലിസ, മരണവും കാത്ത് എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി വിൻഡ് ഓഫ് റിതം എന്ന സംഗീത പരിപാടിയും അരങ്ങേറും. സുവർണ ചകോരം കരസ്ഥമാക്കിയ ചിത്രം സമാപന ചടങ്ങിന് ശേഷം പ്രദർശിപ്പിക്കും. 24 തിരുവനന്തപുരം.